ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചിക്കൻ കഴുകുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കഴുകിയാൽ നല്ലപോലെ ക്ലീൻ ആയിട്ട് കിട്ടുമേ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു സവാള അരിഞ്ഞത്, ഒരു തക്കാളി അരിഞ്ഞത്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, പാകത്തിന് ഉപ്പ്. ഇനി നമ്മൾ ഇതെല്ലാം കൂടി കൈ കൊണ്ടൊന്ന് തിരുമ്മി എടുത്തിട്ട് നമുക്കൊരു കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിനകത്താണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. കുക്കറിനകത്തേക്ക് ഒട്ടും വെള്ളം ഒഴിക്കണ്ട, വെള്ളം ഒഴിക്കാതെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. 2 വിസിൽ വന്നാൽ മതി. 2 വിസിൽ വരുമ്പോഴത്തേക്ക് ചിക്കൻ വെന്ത് കിട്ടും. ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ 2 സവോള അരിഞ്ഞത് ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. 2 വലിയ സവോളയാണ് എടുത്തത്. ഇതിനകത്തേക്ക് ഒരു 3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണേ. ഇനി സവോളയും പച്ചമുളകും കൂടി നന്നായിട്ട് വഴറ്റിയിടുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യണേ. ഇതിവിടെ വഴന്നു വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ചിക്കൻ മസാല, 1 സ്പൂൺ ഗരം മസാല. ഇനി ചെറിയ തീയിൽ വെച്ചിട്ട് ഈ പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിനു മുമ്പ് അപ്പത്തിൻ്റെയും മീൻകറിയുടെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ താല്പര്യമുള്ളവർ കണ്ടു നോക്കണേ. ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യണേ. ഇതിവിടെ വഴന്നു വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അധിക സമയം വയ്ക്കണ്ട. ഒരു 2-3 മിനിറ്റ് കൂടി വെച്ചതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. ഗ്രേവി നന്നായിട്ട് നല്ല തിക്കായിട്ട് വരാൻ വേണ്ടിയാണ് നമ്മൾ ചിക്കൻ്റെ കൂടെ വേവിച്ചപ്പം സവോളയും തക്കാളിയും ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടും. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യണേ.